ഹായ് എവ്രി വൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഇത് പബ്ലിക് അഫയേഴ്സും ഓർഗനൈസേഷൻസും മാനേജ്മെൻറ്റും ഒക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് നടപ്പാക്കുന്നതും പബ്ലിക് സർവീസ് കാര്യക്ഷമമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ പ്രധാന ചുമതലയാണ്. ഒരു വെൽഫെയർ സ്റ്റേറ്റിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ പങ്ക് വളരെയധികം ഡെവലപ്പ് ആയിട്ടുണ്ട്. ഡെഫിനേഷൻ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. വുഡ്രോ വിൽസൺ പറഞ്ഞിരിക്കുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ഡീറ്റെയിൽഡ് ആൻഡ് സിസ്റ്റമാറ്റിക് എക്സിക്യൂഷൻ ഓഫ് പബ്ലിക് ലോ എന്നാണ്. എവറി പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഓഫ് ജനറൽ ലോ ഈസ് എൻ ആക്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അതായത് പൊതുനിയമങ്ങളെ വിശദമായും ഓർഡർ വൈസും നടപ്പിലാക്കുന്നതാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഓരോ നിയമവും പ്രായോഗികമായി നടപ്പിലാക്കുന്നതെല്ലാം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ അണ്ടറിലാണ് വരുന്നത്. എൽ ഡി വൈറ്റിൻ്റെ അഭിപ്രായത്തിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കൺസിസ്റ്റ് ഓഫ് ഓൾ ദോസ് ഓപ്പറേഷൻസ് ഹാവിംഗ് ഫോർ ദിയർ പർപ്പസ് ദ ഫുൾഫിൽമെൻറ്റ് ഓർ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് പബ്ലിക് പോളിസി. അതായത് പബ്ലിക് പോളിസി നടപ്പാക്കുന്നതിനും അതിൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കുന്നതിനുമായി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു ആകെ രൂപത്തിനെയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഹെർബർട്ട് എ സൈമൻ്റെ അഭിപ്രായത്തിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഗ്രൂപ്പ് കോപ്പറേറ്റിംഗ് ടു അക്കംപ്ലിഷ് കോമൺ ഗോൾസ് എന്നാണ്. അതായത് പൊതുവായ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി ഒരു കൂട്ടം ആളുകൾ ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളെയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. മീനിങ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നത് ഗവൺമെൻറ് പോളിസീസും നിയമവും നടപ്പിലാക്കുന്ന മിഷനറിയും പ്രോസസ്സുമാണ്. ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് പ്ലാനിങ്ങും ഓർഗനൈസേഷൻ, ഡയറക്റ്റിംഗ്, കോർഡിനേഷൻ, കൺട്രോളിംഗ്, ഇവാലുവേഷൻ എല്ലാം തന്നെ പബ്ലിക് വെൽഫെയർ, അതായത് ജനങ്ങളുടെ ക്ഷേമത്തിനായാണ് ചെയ്യുന്നത്. സ്കോപ്പ് ഓഫ് എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇതിന് രണ്ട് വിഭാഗങ്ങളായിട്ടാണുള്ളത്. ട്രഡീഷണൽ സ്കോപ്പ് പ്രകാരം പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. ഇതിനെ നമ്മൾ ഒരുമിച്ച് പോസ്കോപ്പ് അപ്രോച്ച് എന്നാണ് പറയുന്നത്. മോഡേൺ സ്കോപ്പ് പ്രകാരം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കുറച്ചും കൂടെ ഡെവലപ്പ് ആയിട്ടുണ്ട്. ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ, പബ്ലിക് വെൽഫെയർ, പബ്ലിക് പോളിസി ഇംപ്ലിമെൻറ്റേഷൻ, റെഗുലേറ്ററി ഫങ്ഷൻസ്, പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ, ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, ഇലക്ട്രോണിക് ഗവേണൻസ്, സിറ്റിസൺസ് പാർട്ടിസിപ്പേഷൻ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇതൊക്കെയാണ്. ഇന്നത്തെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഭരണനിർവഹണത്തിന് മാത്രമായിട്ട് ഒതുങ്ങിക്കൂടുന്ന ഒന്നല്ല. ഡെവലപ്മെൻറ്റും വെൽഫെയർ ഓഫ് ദ സ്റ്റേറ്റ്, വെൽഫെയർ ഓഫ് ദ പീപ്പിൾ, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു ഭയങ്കര ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു മേഖലയായി മാറിയിട്ടുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. എന്തുകൊണ്ടാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇമ്പോർട്ടൻ്റ് ആകുന്നത്? ഇതിന് പ്രധാനമായിട്ട് 10 കാര്യങ്ങളാണുള്ളത്. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഗവൺമെൻറ് പോളിസീസ് നടപ്പിലാക്കുന്നു. മെയിൻ്റനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ, നിയമവും ക്രമസമാധാനവും നിലനിർത്തുന്നു. വെൽഫെയർ ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്നു. എക്കണോമിക് ഡെവലപ്മെൻറ്റ്, സാമ്പത്തിക വികസനത്തിന് സഹായിക്കുന്നു. എഫിഷ്യൻറ്റ് യൂസ് ഓഫ് പബ്ലിക് റിസോഴ്സസ്, പൊതുവിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗം. ഡെമോക്രാറ്റിക് ഗവേണൻസ്, ജനാധിപത്യ ഭരണത്തെ ശക്തിപ്പെടുത്തുന്നു. ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, പ്രതിസന്ധികളും ദുരന്തങ്ങളും വളരെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നു. സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതി ഉറപ്പാക്കുന്നു. ഗുഡ് ഗവേണൻസ്, നല്ല ഭരണ സംവിധാനം ഉറപ്പാക്കുന്നു. നാഷണൽ ഡെവലപ്മെൻറ്റ്, രാജ്യത്തിൻ്റെ വികസനത്തിന് സഹായിക്കുന്നു. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നത് ഗവൺമെൻറ്റിൻ്റെ പോളിസീസിനെ ആക്ഷനാക്കി മാറ്റുന്ന പ്രാക്ടിക്കൽ ആം ഓഫ് ഗവൺമെൻറ് ആണ്. പ്ലാനിങ്ങിലും ഓർഗനൈസേഷനിലും മാത്രം ഒതുങ്ങാതെ ഡെവലപ്മെൻറ്റിലേക്കും പബ്ലിക് വെൽഫെയറിലേക്കും അതിൻ്റെ സ്കോപ്പ് വ്യാപിച്ചിരിക്കുന്നു. ഒരു മോഡേൺ വെൽഫെയർ സ്റ്റേറ്റിൽ ലോ ആൻഡ് ഓർഡർ നിലനിർത്തുന്നതിനും സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് പ്രോത്സാഹിപ്പിക്കുന്നതിനും ജസ്റ്റിസ് ഉറപ്പാക്കുന്നതിനും ഗുഡ് ഗവേണൻസ് കൈവരിക്കുന്നതിനും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വളരെ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് റൈറ്റ്ലി റിഗാർഡഡ് ആസ് ദ ബാക്ക്ബോൺ ഓഫ് an effective and democratic government. Thank you for watching this video. Follow Juris Junction for more legal topics.